ജീവജാലകങ്ങളിൽ നിന്നും മനുഷ്യനെ ദൈവം പ്രത്യേകമാക്കുന്നത് മനുഷ്യന് ചിന്തിക്കാനുള്ള ബുദ്ധി നൽകി എന്നതാണ്. അവൻ ചിന്തിക്കാൻ പ്രാപ്തനാണ്. ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെ ജീവിക്കണമെന്നും അവർ എങ്ങനെ ഇരതേടണമെന്നും അവരുടെ ജനിതക കോഡിൽ അവർ ജനിക്കുമ്പോൾ തന്നെ ദൈവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചെറിയൊരു അണ്ണാൻകുഞ്ഞ് അതിനെ മരത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് മരം കയറിപ്പോകും. ആരാണ് അതിന് മരം കയറാൻ പഠിപ്പിച്ചത്? ചെറിയൊരു കോഴിക്കുഞ്ഞ്, ചെറിയൊരു താറാക്കോഴിയുടെ കുഞ്ഞ്, അത് രണ്ടും കൂടി നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടാൽ താറാക്കോഴി കുഞ്ഞ് നീന്തിപ്പോവും വെള്ളത്തിലേക്ക്. ആരാണ് അതിന് നീന്താൻ പഠിപ്പിച്ചു കൊടുത്തത്? അവനാണ്. അതുപോലെ നമ്മൾ പറയാനുള്ളത്, ഈ സകല ജീവജാലകങ്ങളെ സൃഷ്ടിക്കുകയും അതിന് പരിഹരിക്കുകയും ചെയ്തവൻ, മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്തവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിനെ അറബിയിൽ വിളിക്കുന്ന പേരാണ് അള്ളാഹു.